എട്ടുകാലി എന്ന ഖുർആനിലെ 29-ാം സൂറത്തിലെ 35 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. 35-ാമത്തെ ആയത്തിൽ അതിൻ്റെ തൊട്ട് മുമ്പും അതിന് ശേഷവുമുള്ള കുറേ ആയത്തുകളിൽ പഴങ്കഥ പറഞ്ഞ് മക്കക്കാരെ പേടിപ്പിക്കുന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയാണ്. പണ്ട് റസൂലുമാർ വന്ന് ഇതേ കാര്യം ആളുകളോട് പറഞ്ഞു. ആ ആളുകൾ റസൂലുമാരെ ധിക്കരിച്ചു, അഹങ്കാരം കാണിച്ചു. അപ്പോൾ അവരുടെ മേൽ പലതരത്തിലുള്ള ശിക്ഷകൾ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇഹലോകത്ത് മനുഷ്യരെ ശിക്ഷിക്കും എന്ന ഭീഷണി ഉയർത്തുകയാണ് ഇവിടെ മാത്രമല്ല, മക്കയിൽ 13 കൊല്ലം മുഹമ്മദിന് പ്രധാനപ്പെട്ട ജോലി അതുതന്നെയായിരുന്നു. ആ പഴങ്കഥകൾ തുടരുകയാണ് അടുത്ത വാക്യത്തിൽ. 36 മദിയൻകാരുടെ അടുത്തേക്ക് അവരുടെ സഹോദരൻ ശുഐബ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും പരലോകത്തെ ഭയപ്പെടുകയും ചെയ്യുക, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. 37 അപ്പോഴവർ അദ്ദേഹത്തെ നിഷേധിച്ചു, തന്നിമിത്തം ഒരു കഠിന ഭൂകമ്പം അവരെ പിടികൂടി, അപ്പോൾ അവർ തങ്ങളുടെ വീടുകളിൽ ചത്തൊടുങ്ങിയവരായി. 38 ആദിനെയും സമൂദിനെയും അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് വ്യക്തമായിട്ടുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളെ പിശാച് അവർക്ക് ഭംഗിയായി കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് സത്യമാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്തു. അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായിരുന്നു. ഇവിടെ അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കുറേ കെട്ടുകഥകളാണ് എടുത്ത് വീണ്ടും മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. ആ കെട്ടുകഥകൾ അവിടെ മുമ്പ് കാലത്ത് എവിടെയൊക്കെയോ ഉണ്ടായ ചില പ്രകൃതിക്ഷോഭങ്ങളെ, അതിൻ്റെ അടയാളങ്ങളെ അടിസ്ഥാനമാക്കി നാട്ടുകാർ പ്രചരിപ്പിച്ച കള്ളക്കഥകളാണ്. ആ കഥകളിൽ മുഹമ്മദിൻ്റെ അള്ളാഹുവിനെയും മുഹമ്മദിൻ്റെ തൗഹീദിനെയും ഒക്കെ തിരികെ ചേർത്തുകൊണ്ട് പുതിയ കഥയായിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളതിലൊക്കെ പോയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെളിവ് ഹാജരാക്കുകയാണ് മുഹമ്മദ്. പക്ഷേ ഇതൊന്നും മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് പറയുന്ന കഥകൾക്ക് ഒരു തെളിവായിരുന്നില്ല. അവരിതിനു മുമ്പും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും മറ്റു പല ദൈവങ്ങളുമായി ബന്ധപ്പെടുത്തി അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നതുമായ കഥകൾ മാത്രമാണതെല്ലാം. ഇതിലൊക്കെ അന്നത്തെ ആളുകൾ ഈ റസൂലുമാരായി വന്ന കഥാപാത്രങ്ങളെ നിഷേധിക്കാനുള്ള കാരണം ഇപ്പോൾ ഈ 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ, അവരുടെ ആരാധനാ രീതികളൊക്കെ പിശാച് അവർക്ക് ഭംഗിയായി കാണിച്ചു കൊടുത്തു എന്നാണ്. ആരാണ് ഈ പിശാച്? ആ പിശാച് അള്ളാഹു തന്നെയാണ് എന്ന് ഈ ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെയാണ് പിശാച് എന്ന്. അപ്പോൾ പിശാചായ അള്ളാഹു, അല്ലെങ്കിൽ പിശാച് എന്ന വേറൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഇതിനു വേണ്ടി ബോധപൂർവം കയറൂരി വിട്ട പെരുംപിശാചായ അള്ളാഹു തന്നെയാണ് പിശാചിനെ പിന്തുടർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കഠിനമായ ശിക്ഷയ്ക്ക് ഞാൻ വിധേയനാക്കി എന്ന് ഇവിടെ ഭീഷണി മുഴക്കുന്നത്. അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായിരുന്നു എന്നാണ് മറ്റൊരു വാചകം. ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള അവരുടെ കഴിവിൻ്റെ മുകളിൽ അള്ളാഹു തന്നെയാണ് മുദ്ര വെക്കുന്നത് എന്നും സീല് വെക്കുന്നത് എന്നും, അങ്ങോട്ട് പിന്നെ ചിന്ത കടന്നു ചെല്ലാത്ത വിധത്തിൽ അവരുടെ ഹൃദയങ്ങളെ അടപ്പിട്ട് മൂടുകയാണ് അള്ളാഹു ചെയ്യുന്നത് എന്നും ഇതേ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ തന്നെ ആ സംശയം ദൂരീകരിച്ച് ആ മനസ്സിലേക്ക് ഈമാൻ അങ്ങോട്ട് തിരികെ കയറ്റുക എന്നുള്ള പണിയല്ല അള്ളാഹുവിനും പിശാചിനും ഉള്ളത്. അവർ അങ്ങനെ എന്തെങ്കിലും നേരിയൊരു സംശയം ആരെങ്കിലും, അതായത് ചിന്തിക്കുന്ന സ്വഭാവം ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരുടെ ചിന്തയെ, അവരുടെ ചിന്താശേഷിയെ അങ്ങോട്ട് മുദ്ര വെച്ചിട്ട് പിന്നെ അവരുടെ തലയിൽ കൂടെ കൊണ്ടുപോയിട്ട് ഭൂകമ്പം ഉണ്ടാക്കി അവരെ കൊല്ലുക. ഇതാണ് അള്ളാഹുവിൻ്റെ പണി. അള്ളാഹു എത്ര കാരുണ്യവാനാണ് എന്ന് ഈ കഥകളിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങളും വിഡ്ഢിത്തങ്ങളും നിരന്തരം 13 കൊല്ലം ആവർത്തിച്ചത് കൊണ്ടാണ് മുഹമ്മദ് മക്കയിൽ തിരസ്കരിക്കപ്പെട്ടതും പരിഹസിക്കപ്പെട്ടതും. 39 കാറൂനെയും ഫിറൗനെയും ഹാമാനെയും അവരുടെ അടുത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി മൂസാ നബി വന്നു. അപ്പോൾ അവർ നാട്ടിൽ അഹംഭാവം നടിച്ചു, അവർ ഓടിപ്പോകുന്നവരായിട്ടില്ല. ഇത് ബൈബിളിലെ മുത്തശ്ശി കഥയാണ്. 40 അതിനാൽ അവരെല്ലാവരെയും അവരുടെ കുറ്റത്തിനു നാം പിടിച്ചു ശിക്ഷിച്ചു. അങ്ങനെ നാം ചരൽക്കാറ്റയച്ചവർ അവരിലുണ്ട്, ഘോരമായ ശബ്ദം പിടികൂടിയവരും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞവരും വെള്ളത്തിൽ മുക്കിക്കൊന്നവരും അവരിലുണ്ട്. അള്ളാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷേ അവർ തങ്ങളോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത്. അപ്പോൾ മുക്കി കൊന്നിട്ടുണ്ട്, ചരലെറിഞ്ഞ് കൊന്നിട്ടുണ്ട്, ഭൂകമ്പം ഉണ്ടാക്കി കൊന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലും അള്ളാഹു ഇഹലോകത്ത് മനുഷ്യരെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് ശിക്ഷിക്കുന്നത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നും പറഞ്ഞ ഓരോ റസൂലിനെ അള്ളാഹു ഇങ്ങോട്ട് അയക്കും. എന്നിട്ട് ആ റസൂലിനെ മനുഷ്യന്മാർ അനുസരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ റസൂലിൻ്റെ മുന്നിൽ തന്നെ പിശാചിനെ അയക്കും. എന്നിട്ട് മനുഷ്യന്മാർ ഈ പിശാചാണോ
ഈ റസൂലാണോ സത്യം എന്ന് തിരിച്ചറിയാതെ കൺഫ്യൂഷനായിട്ട് പിശാചിൻ്റെ വഴി സ്വീകരിക്കും. അങ്ങനെ പിശാചിൻ്റെ വഴിക്ക് അവർ നീങ്ങുന്നു എന്ന് കണ്ടാൽ അള്ളാഹു അവരെ അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിട്ട് അവരെ സമ്പൂർണ്ണമായും പിശാച് പക്ഷക്കാരാക്കി മാറ്റും. എന്നിട്ട് അള്ളാഹു അവരുടെ മേലെ ചരലെറിഞ്ഞിട്ടും അവരെ വെള്ളത്തിൽ മുക്കിയിട്ടും അവരെ അങ്ങോട്ട് കൊല്ലും. ഇതാണ് അള്ളാഹുവിൻ്റെ കലാപരിപാടി. അള്ളാഹു കാരുണ്യം കൊണ്ടിരിക്കപ്പുറതി ഇല്ലാതെയാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത്. പക്ഷേ തങ്ങളോട് തന്നെയാണ് തങ്ങൾ അക്രമം ചെയ്തത്, അള്ളാഹു അക്രമം ചെയ്തിട്ടില്ല എന്നൊരു പ്രസ്താവന, അതൊരു കള്ളപ്രസ്താവനയാണ്. കാരണം ഈ ഖുർആനിൽ പറയുന്ന കഥയനുസരിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അക്രമികളാക്കുന്നതും അവരുടെ മേൽ അക്രമം പ്രവർത്തിച്ചിട്ടുള്ളതും അവരെ വഴിവഴപ്പിച്ചിട്ടുള്ളതും എല്ലാം അള്ളാഹുവാണ്. ആ അള്ളാഹു അക്രമിയല്ല എന്ന് അള്ളാഹു സ്വയം ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ സ്വയം പ്രഖ്യാപിച്ചതുകൊണ്ട് അക്രമിയല്ലാതാവുമോ? അക്രമം മാത്രമേ അള്ളാഹു പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് ഈ കഥ മുഴുവനും പറയുന്നത്. ഇനി ഈ അധ്യായത്തിൻ്റെ എട്ടുകാലി എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള മണ്ടത്തരമാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 41. അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും വസ്തുക്കളെ ആരാധ്യരാക്കി വെക്കുന്നവരുടെ ഉപമ, അതായത് മുശ്രിക്കുകളുടെ ഉപമ, വല കെട്ടി വീടുണ്ടാക്കിയ എട്ടുകാലിയുടെ സ്ഥിതി പോലെയാണ്. വീടുകളിൽ ഏറ്റവും ബലഹീനമായത് എട്ടുകാലിയുടേതു തന്നെയാണ്. ഇതാണ് എട്ടുകാലി എന്ന് ഈ അധ്യായത്തിന് പേര് വരാൻ കാരണമായിട്ടുള്ള ഈ അധ്യായത്തിലെ മരമണ്ടത്തരം. ഇതെങ്ങനെയാണ് മരമണ്ടത്തരമാകുന്നത്? എട്ടുകാലിയുടെ വീടാണ് വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായിട്ടുള്ളത് എന്നാണ് ഇതിലെ മണ്ടത്തരം. അതിലൊരുപാട് മണ്ടത്തരങ്ങളുണ്ട്. അതിലൊന്ന്, എട്ടുകാലിയുടെ വീടെന്താണ് എന്നുള്ളത് അള്ളാഹുവിന് അറിയില്ലായിരുന്നു. എട്ടുകാലികൾ എന്ന് പറയുന്ന ജീവികൾ പരിണാമത്തിൽ, ജൈവ പരിണാമത്തിൽ മനുഷ്യനൊക്കെ ഉണ്ടാവുന്നതിനും എത്രയോ ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ള ജീവികളാണ്. ഏറ്റവും കൂടുതൽ അതിജീവന ശേഷിയുള്ള ജീവിവർഗങ്ങളിൽ ഒന്നാണ് എട്ടുകാലി. അങ്ങനെയാണ് ജീവശാസ്ത്രം പഠിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എട്ടുകാലിയുടെ സുരക്ഷാ സംവിധാനങ്ങളും എട്ടുകാലിയുടെ ആഹാര സമ്പാദന രീതിയുമൊക്കെ കുറ്റമറ്റതാണ് എന്നതുകൊണ്ടാണ് എട്ടുകാലിയുടെ അതിജീവനം സാധ്യമായത്. ആയിരക്കണക്കിന് വെറൈറ്റി ആയിട്ടുള്ള എട്ടുകാലികൾ ഇന്ന് ലോകത്തുണ്ട്. ഈ എട്ടുകാലികളുടെ വീട് എന്ന് പറയുന്നത്, അവരുടെ ഷെൽട്ടർ എന്ന് പറയുന്നത്, അവരേറ്റവും സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഇടങ്ങളാണ്. അത് മറ്റു ജീവികളിൽ നിന്ന്, അതായത് തൻ്റെ ശത്രുക്കളായിട്ടുള്ള ജീവികളിൽ നിന്ന്, പക്ഷികൾ, പല്ലികൾ, അങ്ങനെ ഈ എട്ടുകാലിയെ പിടിച്ച് തിന്നാൻ സാധ്യതയുള്ള മറ്റ് ജീവികളുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാവുന്ന രീതിയിലുള്ള ചെറിയ ദ്വാരങ്ങളിലും പൊത്തുകളിലും പിന്നെ മരത്തിൻ്റെ തൊലിയിലെ ഇടയിലും കല്ലുകളുടെ ഇടയിലും കല്ലുകളുടെ ചെറിയ പൊത്തുകൾക്കിടയിലും മറ്റു പല വസ്തുക്കളുടെ അടിയിൽ മറിഞ്ഞിരിക്കുന്ന രീതിയിലുമൊക്കെയാണ് എട്ടുകാലി ഷെൽട്ടർ ഉണ്ടാക്കുന്നത്. ആ ഷെൽട്ടറുകളിലാണ് എട്ടുകാലി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എട്ടുകാലി വർഗത്തിന് അതിജീവനം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയേ അല്ല. മാത്രമല്ല, അങ്ങനെയുള്ള ഷെൽട്ടറുകൾക്ക് മുമ്പിൽ എട്ടുകാലി വലയും ഉണ്ടാക്കും. ഈ വലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ വല കൊണ്ട് എട്ടുകാലിക്ക് രണ്ട് പ്രയോജനമാണ്. ഒന്ന്, എട്ടുകാലിക്ക് ആഹരിക്കാൻ ആവശ്യമായ പ്രാണികൾ വന്നിട്ട് ആ വലയിൽ കുടുങ്ങും, എട്ടുകാലിക്ക് അതിനെടുത്ത് തിന്നാം. അപ്പോൾ ആഹാരം തേടി അധികം അലയേണ്ടതില്ല, ബുദ്ധിമുട്ടേണ്ടതില്ല. സ്വന്തം വീട്ടിലേക്ക് ആഹാരം ഇങ്ങോട്ട് വരും, വന്നിട്ട് അവിടെ കെണിയിൽ കുടുങ്ങും, ആ കെണിയിൽ നിന്ന് ഭക്ഷിക്കാം. മറ്റൊന്ന്, എട്ടുകാലിയുടെ ശത്രുക്കളായിട്ട് വരാൻ സാധ്യതയുള്ള ജീവികൾ ഈ വല ഉള്ളത് കാരണം തന്നെ എട്ടുകാലിയെ തിന്നാൻ വരില്ല. എട്ടുകാലിയെ തിന്നാനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വലയിൽ കുടുങ്ങിയിട്ട് അവ കഷ്ടപ്പെടും, ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ വലയിൽ മറിഞ്ഞിരിക്കാനും വലയുടെ താഴെ ഗുഹകളിലും ഷെൽട്ടറുകളിലും ഒളിഞ്ഞിരിക്കാനും ഈ വലയിൽ ശത്രുക്കളെ ഒട്ടിക്കാനും ഇരകളെ ഈ വലയിൽ കുടുക്കിയിട്ട് ആ ഇരകളെ പിടിച്ച് തിന്നാനും ഒക്കെ സൗകര്യമുള്ള ലോകത്തെ വീടുകളിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയമായ വീടുകളിൽ ഒന്നാണ് എട്ടുകാലിയുടെ വീട് എന്ന് പറയുന്നത്. ഒന്ന്, എട്ടുകാലി ഇര പിടിക്കാൻ വേണ്ടി കെട്ടുന്ന വല എട്ടുകാലിയുടെ വീടല്ല. എട്ടുകാലിയുടെ വീട് എന്ന് പറയുന്നത് എട്ടുകാലി ഒളിഞ്ഞിരിക്കുന്ന ഷെൽട്ടറുകളാണ്. ആ ഒളിഞ്ഞിരിക്കുന്ന ഷെൽട്ടറുകൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതൊരു ജീവിയുടെയും അതിജീവനത്തിന് ഏറ്റവും സഹായകമായിട്ടുള്ള, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വീടുകളിൽ ഒന്നാണ്. ആ വീടിനെക്കുറിച്ചാണ് അള്ളാഹു എന്ന മരമണ്ടൻ ഇവിടെ പറയുന്നത്. വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമാണ് എട്ടുകാലിയുടെ വീട്. അല്ല അള്ളാഹുവേ, അള്ളാഹുവിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പറ്റിയ പശകാണത്. വീടുകളിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയമായ, ഏറ്റവും സുരക്ഷിതമായ വീടുകളിലൊന്നാണ് എട്ടുകാലികളുടെ വീട്. എട്ടുകാലിക്ക് ഒരു അധ്വാനവും ഇല്ലാതെ ആഹാരം സമ്പാദിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും
ഈ വീട് വളരെ പര്യാപ്തമാണ്. ഏതൊരു ജീവിക്കും ആഹാരത്തിനും ഷെൽട്ടറിനും ഏറ്റവും സൗകര്യപ്രദമായ സംവിധാനങ്ങളുണ്ടോ ആ ജീവികളാണ് ഈ പ്രകൃതിയിൽ അതിജീവനത്തിൽ മുന്നിട്ട് നിന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ ദൗർബല്യം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ വേണ്ടത്ര ഫലപ്രദമായിട്ടില്ലെങ്കിൽ ആ ജീവിവർഗം തന്നെ എക്സ്റ്റിങ്ക്റ്റായി പോവുകയാണ് ചെയ്യുക. പതുക്കെ പതുക്കെ ആ ജീവികൾ വംശനാശം വന്നു പോവുകയാണ് ചെയ്യുക. എട്ടുകാലി വംശനാശം വരികയല്ല ചെയ്തത്, മറിച്ച് ആയിരക്കണക്കിന് വെറൈറ്റികളായിട്ട് ലോകത്ത് നിലനിൽക്കുകയാണ് ചെയ്തത്. അതിന് കാരണം എട്ടുകാലിയുടെ വീട് ഏറ്റവും സുരക്ഷിതമായ വീടായതുകൊണ്ടാണ്. അപ്പോൾ എട്ടുകാലിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് മണ്ടത്തരമാണ്. കാരണം മുഹമ്മദൻ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാനുള്ള അറിവ് മാത്രമേ മുഹമ്മദിൻ്റെ തലച്ചോറിൽ ജീവിച്ചിരുന്ന അള്ളാഹുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അങ്കബൂത്ത് എന്ന അധ്യായത്തിൽ അങ്കബൂത്ത് എന്ന ജീവിയെക്കുറിച്ച് ഇതുപോലെ ഒരു മരമണ്ടത്തരം എഴുതി വച്ചത്. ഇനി ഈ ഉപമയിൽ ശാസ്ത്രം പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് എം അക്ബറിൻ്റെയും കൂട്ടറിൻ്റെയും പരിപാടിയാണ്. പക്ഷേ ഈ ഉപമയിലുള്ള മറ്റൊരു മണ്ടത്തരം കൂടി ഞാൻ പറയുകയാണ്. കാരണം ഇതിലൂടെ ഉപമിക്കുന്നത് എന്താണ്? മുശ്രിക്കുകൾ, അതായത് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾ ഈ എട്ടുകാലി വീടുണ്ടാക്കുന്നത് പോലെയുള്ള വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. ഏറ്റവും ദുർബലമായിട്ടുള്ള അവസ്ഥയാണ് അവരുടേത് എന്നാണ് ഇവിടെ. അവർ ബോധമുള്ളവരായിരുന്നെങ്കിൽ എന്നും ഇതിനകത്ത് അവസാനം പറയുന്നുണ്ട്. അവർ ബോധമുള്ളവരായിരുന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ച് ശിർക്ക് ചെയ്യുമായിരുന്നില്ല എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഉപമയിൽ അള്ളാഹുവും മുഹമ്മദും എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീതമായ അർത്ഥമാണുള്ളത്. കാരണം ഞാൻ പറഞ്ഞു, എട്ടുകാലിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വീടാണ്, ദുർബലമായ വീടല്ല. എട്ടുകാലിയുടെ അതിജീവനത്തിന് ഓരോ ജീവിക്കും ആവശ്യമായ വീട്, ആവശ്യമായ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല, ആ ജീവികൾക്ക് വേണ്ടിയിട്ടാണ്. അതാദ്യം മനസ്സിലാക്കണം. ഓരോ ജീവിയുടെയും വീട്, ഓരോ ജീവിയുടെയും മറ്റു സംവിധാനങ്ങൾ ആ ജീവിയുടെ അതിജീവനത്തിന് എത്രത്തോളം സഹായമാകുന്നോ അത്രത്തോളമാണ് ആ വീട് നല്ലത് എന്ന് നമ്മൾ പറയുക. എട്ടുകാലിയുടെ വീട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വീടാണ്. അതിനോടാണ് ഷിർക്കിനെ ഉപമിച്ചിട്ടുള്ളതെങ്കിൽ ആരാധനയിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരാധന ഷിർക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരിയാണ്. കാരണം നമ്മളത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ഏകാധിപത്യത്തിൻ്റെ കാലമല്ല ഇത് ജനാധിപത്യത്തിൻ്റെ കാലമാണ്. ജനാധിപത്യത്തിൽ ഫെഡറൽ സംവിധാനമാണുള്ളത്. ജനാധിപത്യത്തിൽ അധികാര വികേന്ദ്രീകരണമാണുള്ളത്. അധികാര വികേന്ദ്രീകരണവും ഫെഡറൽ സംവിധാനവും അതിനനുസരിച്ചുള്ള ഒരു സംസ്കാരവുമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചീള് കേസ്, ഒരു കാര്യത്തിന് നമ്മൾ നേരിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ അല്ലല്ലോ അപേക്ഷയായിട്ട് പോവുക. നമുക്കൊരു ചെറിയ കാര്യമാണെങ്കിൽ ആ കാര്യം ചിലപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് വില്ലേജ് ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുക. അതല്ലാതെ നമ്മളുടെ ഒരു നിസ്സാരമായിട്ടുള്ളൊരു കേസിന്, ഒരു ചീള് കേസിന് നമ്മൾ നേരിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്തേക്കോ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ അപേക്ഷയും കൊണ്ട് പോവില്ല. അത് വില്ലേജ് ഓഫീസ് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കും. വില്ലേജ് ഓഫീസർമാർ മര്യാദക്ക് പണിയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ തഹസിൽദാർ ഉണ്ട്. തഹസിൽദാർമാർ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അതിൻ്റെ മുകളിൽ കലക്ടർമാരുണ്ട്. കലക്ടർമാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ചീഫ് സെക്രട്ടറി ഉണ്ട്. ഇവരെല്ലാവരും ഇതൊക്കെ മര്യാദക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് മുഖ്യമന്ത്രി അവിടെ കസേരയിലിരിക്കുന്നത്. അതല്ലാതെ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് സാധിച്ചു കിട്ടേണ്ട ഒരു കാര്യത്തിന് നമ്മൾ നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലണം എന്നും, അങ്ങനെ ചെന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖം കൂർപ്പിച്ചിരുന്നിട്ട് ഓനെന്തിനാണ് വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോകാൻ നിന്നത്, ഓനെന്തിനാണ് തഹസിൽദാരുടെ അടുത്ത് പോയത്, ഓൻ എൻ്റെ അടുത്ത് വന്നുകൂടായിരുന്നില്ല എന്നും പറഞ്ഞിട്ട് പുറം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പരിഹാസ്യനായ ഒരു കഥാപാത്രം എന്നാണ് അതിനർത്ഥം. ഒരു ജനാധിപത്യ യുഗത്തിൽ മുഖ്യമന്ത്രി മര്യാദക്ക് എല്ലാം നോക്കി നടക്കേണ്ട പണിയാണ്. അത് അവിടെ ഇരുന്നുകൊണ്ട് ഭംഗിയായിട്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ മേഖലയിലും അതാതിന് നിയോഗിച്ചിട്ടുള്ള ആളുകൾ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക. അങ്ങനെ അധികാരം വികേന്ദ്രീകരിച്ച് ഫെഡറൽ സംവിധാനം ഭംഗിയായിട്ട് പെർഫെക്റ്റായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ജനാധിപത്യത്തിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇവിടെ ഏകാധിപത്യത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഗോത്രത്തലവൻ എന്ന് മാത്രം വിശ്വസിച്ചിരുന്ന പ്രാകൃത ഗോത്ര മനുഷ്യൻ്റെ ഭാവനയിൽ ഈ ജനാധിപത്യവും അധികാര വികേന്ദ്രീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്
ഇവർ മറ്റു ദൈവങ്ങളെ അടുത്ത് പോകുന്നേ, എൻ്റെ അടുത്തേക്ക് വരുന്നില്ലേ, അത്യാവശ്യം വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5000 പറയുന്നത്. അപ്പോൾ 5000 ഇനി ഇതിനകത്ത് ഇനിയും വരാൻ പോകുന്നുണ്ട്. അന്നേരം ഞാൻ പറയാം, വില്ലേജ് ഓഫീസറുടെ അടുത്തേക്ക് പോകുന്നേ എന്നും പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കരയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ചില കേസുകൾ വളരെ ഗൗരവമുള്ള ഒരു കേസാണെങ്കിലും നാട്ടിൻ്റെ പൊതുവായ പ്രശ്നമാണെങ്കിൽ വില്ലേജ് ഓഫീസർക്കും കലക്ടർക്കും ഒന്നും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാത്ത കേസാണെങ്കിൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയൊക്കെ നേരിട്ട് ഇടപെട്ടാലേ നടത്താൻ പറ്റൂ എന്ന് ബോധ്യമുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെങ്കിൽ ശരിയാണ്, നമ്മൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോയി കൊണ്ടേ കൊടുക്കും. അതിൻ്റെ കോപ്പി നമ്മൾ താഴെ തട്ടിലും കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാം. അതിന് പകരം എല്ലാ ചീള് കേസും ഒരു സ്കൂളിലെ കുട്ടിയുടെ TCൻ്റെ അപേക്ഷ വരെ വിദ്യാഭ്യാസ മന്ത്രീൻ്റെ അടുത്ത് ഓഫീസിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രീൻ്റെ അടുത്തോ നേരിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് പോലുള്ള മണ്ടത്തരം ആണിത്. ഇവിടെ ദൈവം എന്ന് പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ദൈവം ആ മണ്ടത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ ശാഠ്യം പിടിക്കുന്നത്. എല്ലാം എൻ്റെ അടുത്തേക്ക് നേരിട്ട് വരണം, മറ്റുള്ളവരുടെ അടുത്തൊന്നും പറയാൻ പാടില്ല. ഇവിടെ മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാടെന്തായിരുന്നു? സുപ്രീം ദൈവമായിട്ട് അള്ളാഹു അവിടെ ഉണ്ട്. ആ ദൈവത്തിനോട് പറയേണ്ട ഗൗരവമുള്ള കാര്യങ്ങൾ ആ ദൈവത്തിനോട് നേരിട്ട് പറയാം. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ ഒട്ടകത്തിന് ഇപ്പോൾ വേണ്ടത്ര പാല് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റേ ഒട്ടകത്തിന് ചെന പിടിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കേസൊക്കെ ആണെങ്കിൽ അത് ലാത്തേനോടും മനാത്തേനോടും ഒക്കെ പറഞ്ഞാൽ മതി. നേരെ മറിച്ച് നമ്മൾ കടലിൽ കപ്പൽ ഓടിച്ച് പോവുകയാണെങ്കിൽ അള്ളാൻ്റെ കാറ്റുണ്ടെങ്കിലേ കപ്പൽ മര്യാദക്ക് ഓടുള്ളൂ. കാറ്റ് കൂടുതലായാൽ കപ്പൽ മറിയും. അങ്ങനത്തെ ഒരവസ്ഥയിൽ കാര്യം നേരിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് അള്ളാഹുവിനെ വിളിച്ച് പറയും. അപ്പോൾ ഗൗരവമുള്ള കേസാണെങ്കിൽ നേരിട്ട് അള്ളാഹുവിനോടും, ചികിള് കേസാണെങ്കിൽ ലാത്തയോടും മനാത്തയോടും പറയുക. ലാത്തയും മനാത്തയും എന്നിട്ട് ആ കാര്യമൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് ശുപാർശ ചെയ്തിട്ട് നേരെയാക്കി കൊടുക്കുക. ഇതായിരുന്നു അവരുടെ വിശ്വാസം, അവരുടെ ആചാരം. അത് ആധുനിക ജനാധിപത്യവുമായി കൂടുതൽ ബന്ധപ്പെട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വീടുകളിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള വീടാണ് എട്ടുകാലിയുടെ വീട്. അതുപോലെയാണ് സിർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ അള്ളാഹു നബി ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീതമാണ് അർത്ഥം. അതാണ് ഏറ്റവും ശരി, സിർക്കാണ് ഏറ്റവും ശരി. ആധുനിക കാലത്ത് ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്ന ഒരു കാലത്ത് ബഹുസ്വരതയെ അംഗീകരിക്കുന്ന, പ്ലൂറലിസത്തെ അംഗീകരിക്കുന്ന, ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അംഗീകരിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളുമായിട്ട് ഒത്തുചേരുന്നത് അള്ളാഹു ശാഠ്യം പിടിക്കുന്ന ഈ തൗഹീദല്ല, മറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ അവലംബിച്ചിരുന്നത് പോലെയുള്ള സിർക്കാണ്. അതുകൊണ്ട് എട്ടുകാലിയുടെ വീട് പോലെ പെർഫെക്റ്റാണ് സിർക്ക് എന്ന അർത്ഥത്തിൽ ഈ ആയത്തിന് എടുക്കുകയാണെങ്കിൽ ഈ ആയത്ത് വളരെ ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഖുർആനിൽ ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത് എട്ടുകാലിയുടെ വീട് മഹാദുർബലമാണ്, അതുപോലെയാണ് സിർക്ക് എന്നത്. എട്ടുകാലിയുടെ വീട് എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത, സിർക്കും തൗഹീദും തമ്മിൽ എത്രത്തോളം ജനാധിപത്യപരവും മനുഷ്യത്വപരമാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു ബോധവും വന്നിട്ടില്ലാത്ത ഗോത്ര മനുഷ്യൻ്റെ തലയിൽ നിന്ന് ഉദിച്ച മണ്ടത്തരമാണ്. 42 നിശ്ചയമായും അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് നടത്തുന്ന ഏത് വസ്തുവിനെക്കുറിച്ചും അള്ളാഹുവിനറിയാം, അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ അവർ ലാത്തനോടും മനാത്തനോടും ഒക്കെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ലാത്തയും മനാത്തയൊക്കെ അവരുടെ മുമ്പിൽ വെറും ഒരു വസ്തു മാത്രമാണ്, മിഥ്യയാണ്, അവർ ദൈവങ്ങളല്ല എന്ന് അള്ളാഹുവിന് അറിയാമെങ്കിൽ പിന്നെ അവർ ലാത്തനോടും മനാത്തനോടും പോയി പറയുന്നതിൽ അള്ളാഹു എന്തിനാണ് കുശുമ്പ് കാണിക്കുന്നത്? അള്ളാഹുവിന് അതുകൊണ്ട് ഏറ്റെടുത്താൽ പോരെ? വില്ലേജ് ഓഫീസിൽ കൊടുത്ത അപേക്ഷ അവിടുന്ന് താലൂക്കിലേക്ക് ഫോർവേഡ് ചെയ്തേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്ന് ജില്ലാ കലക്ട്രേറ്റിലേക്ക് ഫോർവേഡ് ചെയ്തതാണെങ്കിൽ അങ്ങനെ ഫോർവേഡ് ചെയ്ത് പോയാൽ പോരെ? അപ്പോൾ കലക്ടർ അവിടെ നിന്നിട്ട് ഇത് വില്ലേജ് ഓഫീസിൽ കൊടുത്തതാണത്, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒച്ചയും വിളിയിടാണോ ചെയ്യുക? മറിച്ച് ആ അപേക്ഷ താൻ കൈകാര്യം ചെയ്യേണ്ട അപേക്ഷയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ കലക്ടർ ചെയ്യേണ്ടത്. അതേപോലെ ഈ ലാത്തയോടും മനാത്തയോടും ഈ പാവങ്ങൾ പോയി പറഞ്ഞ കാര്യങ്ങൾ അത് തന്നോട് തന്നെയുള്ള അപേക്ഷയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം ചെയ്തു കൊടുക്കുകയല്ലേ തലക്ക് വെളിവുണ്ടെങ്കിൽ ഒരു ദൈവം ചെയ്യേണ്ടത്. 43 ആ ഉപമകൾ മനുഷ്യർക്ക് വേണ്ടി നാം വിവരിക്കുകയാണ്, അറിവുള്ളവരല്ലാതെ അത് ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ല. ഇജാതി പൊട്ടത്തരങ്ങളാണ് ഉപമകളായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ. അതുകൊണ്ടാണ് മുഹമ്മദ് പരിഹാസ്യനായത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഇത് വായിക്കുമ്പോൾ ഇരുന്ന് ചിരിക്കുന്നതും. 44 അള്ളാഹു ആകാശഭൂമികളെ സത്യസമേതം സൃഷ്ടിച്ചിരിക്കുന്നു, തീർച്ചയായും അതിൽ സത്യവിശ്വാസികൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഈ വർത്താനത്തിൽ തന്നെ നല്ല ദൃഷ്ടാന്തമുണ്ട്. ഈ പ്രപഞ്ചം എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവും മുഹമ്മദിനുണ്ടായിരുന്നില്ല എന്നും മുഹമ്മദിൻ്റെ വിവരക്കേടാണ് അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിച്ചിരുന്നത് എന്നതിൻ്റെയും ഒരു ദൃഷ്ടാന്തമാണ്
അനേകം ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ് ഖുർആനിലെ ഈ ആകാശം ഭൂമി എന്ന പ്രയോഗവും 7 തട്ടാക്കി വെച്ച ആകാശം, 1-ാം തട്ടിൽ നക്ഷത്രം തുടങ്ങിയിട്ടുള്ള മണ്ടത്തരങ്ങളും ഒക്കെ. 45 ഖുർആനിൽ നിന്ന് സന്ദേശം നൽകപ്പെട്ടത് താങ്കൾ ഓതുകയും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും ചെയ്യുക. നിശ്ചയമായും നമസ്കാരം നീചകർമ്മങ്ങളിൽ നിന്നും നിഷിദ്ധ വൃത്തികളിൽ നിന്നും തടയുന്നു. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ഈ നമസ്കാരം നീചകൃത്യങ്ങളിൽ നിന്നല്ല മനുഷ്യനെ തടയുന്നത്, മറിച്ച് മനുഷ്യൻ്റെ ക്രിയാത്മകതയെയാണ് തടയുന്നത്. മനുഷ്യർക്ക് ഇവിടെ ചെയ്തു തീർക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട്. മനുഷ്യർക്ക് അവരെ തൊഴിൽ ചെയ്യാനുള്ള സമയം പോലും ഈ നമസ്കാരം കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ തന്നെ ആ ശക്തിക്ക് തൻ്റെ സൃഷ്ടികളായിട്ടുള്ള ഈ നിസ്സാര ജീവികൾ ദിവസം 5 നേരം ഇങ്ങനെ തലകുത്തി സ്തുതിച്ച് നിസ്കരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ അല്പനായി ചിത്രീകരിക്കുന്നതിന് സമമാണ്. അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം എന്ന് പറയുന്നത് ദൈവത്തെ മുൻനിർത്തി ചിന്തിച്ചാലും മനുഷ്യനെ മുൻനിർത്തി ചിന്തിച്ചാലും രണ്ടും അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ നിസ്കാരം ദൈവത്തെ അവഹേളിക്കുന്ന പരിപാടിയാണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെ ക്രിയാത്മകതയെ തടയുകയും മനുഷ്യന് എത്രയോ ഫലപ്രദമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും മനുഷ്യന് നൈസർഗികമായി ലഭിച്ചിട്ടുള്ള സിദ്ധികൾ സമൂഹത്തിനും മനുഷ്യരാശിക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രായോഗികമാക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമൊക്കെയുള്ള സമയം കവർന്നെടുക്കുകയും മനുഷ്യനെ വെറും നിസ്കാര തൊഴിലാളിയാക്കിയിട്ട് ജീവിതത്തിൽ നിന്ന് മാറ്റി പരലോകത്തിന് ശേഷമുള്ള ഇല്ലാത്ത മിഥ്യയായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുകയും മനുഷ്യൻ്റെ പുരോഗതിയെ തടയുകയും മനുഷ്യൻ്റെ ക്രിയാത്മകതയെ നശിപ്പിക്കുകയും മനുഷ്യൻ്റെ സർഗാത്മകതയെ നുള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഈ നിസ്കാരം എന്നാണ് എനിക്ക് നിസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ 18-ാം വയസ്സിൽ നിർത്തിയതാണ് നിസ്കാരം. അത്രയും സമയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. 46 നിങ്ങൾ വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിൽ അല്ലാതെ വാദപ്രതിവാദം നടത്തരുത്, അവരിൽ നിന്ന് അക്രമം ചെയ്തവരോടൊഴികെ. നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളുടെ ഇലാഹും നിങ്ങളുടെ ഇലാഹും ഒരുവനാണ്, ഞങ്ങൾ അവനെ അനുസരിക്കുന്നവരുമാകുന്നു. ഈ വാക്യം മക്കയിൽ അവതരിച്ചതൊന്നുമല്ല, മദീനയിൽ തന്നെ അവസാന കാലത്ത് മുഹമ്മദ് മരിക്കുന്നതിന് 1-2 വർഷം മുമ്പ് അവതരിച്ചതാണ് എന്നാണ് ഈ വാക്യത്തിൻ്റെ സബബുൻ നുസൂൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മക്കയിൽ അവതരിച്ച പല സൂറത്തുകളിലും മദീനയിലെ അവസാന കാലത്ത് അവതരിച്ച വാക്യങ്ങൾ വരെ കൂടിക്കലർന്നിട്ടുണ്ട്. ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ ഉണ്ടായ അബദ്ധമാണ് അതിന് കാരണം, പിടിപ്പുകേടാണ് അതിന് കാരണമായിട്ടുള്ളത്. ഈ സംഭവങ്ങൾ നടക്കുന്നത് മദീനയിൽ മുഹമ്മദ് യുദ്ധങ്ങളൊക്കെ ചെയ്ത് അറേബ്യ ഏകദേശം മൊത്തം പിടിച്ചടക്കി വലിയൊരു സാമ്രാജ്യം തന്നെ സ്ഥാപിച്ച് അവസാനം ആ തെക്ക് ഭാഗത്ത് യമൻ എന്ന് പറയുന്ന പ്രദേശത്ത് കുറച്ച് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു നജ്റാനിൽ. ആ ക്രിസ്ത്യാനികളെ കൂടി തൻ്റെ മതത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ചില സംഭാഷണങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. അവിടുന്ന് പ്രതിനിധികൾ ഇങ്ങോട്ട് വന്നിട്ട് നബിയുമായിട്ട് തർക്കിക്കുക, അവിടുന്ന് പുരോഹിതന്മാർ വന്ന് ഇദ്ദേഹവുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ആ സംവാദങ്ങളിൽ പലപ്പോഴും അവർ ചോദിച്ചതും അവർ വാദിച്ചതുമായ കാര്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിൽ മുഹമ്മദ് അമ്പയെ പരാജയപ്പെടുകയും ആ പരാജയത്തിൻ്റെ മുമ്പിൽ മുഹമ്മദ് ഇളിഭ്യനാവുകയും ചെയ്തപ്പോൾ ഒരുപാട് ഇതുപോലുള്ള ബബ്ബബ അടിക്കുന്ന വാക്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് അവതരിപ്പിച്ചതായിട്ട് ഖുർആനിൽ കാണാം. അവർ വളരെ ന്യായമായിട്ടും യുക്തിസഹമായിട്ടുമാണ് കാര്യങ്ങൾ സമർപ്പിച്ചത്. അതിന് മറുപടി പറയുന്നതിൽ മുഹമ്മദ് പരാജയപ്പെട്ടു. അവസാനം മുഹമ്മദ് അവരോട് മുബാഹല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൊണ്ടിട്ട് അവരെ നേരിടാൻ പോയി. ആ മുബാഹലയ്ക്ക് അവർ തയ്യാറായില്ല. കാരണം ശാപപ്രാർത്ഥന, മറ്റുള്ളവർക്ക് ശിക്ഷ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നടത്താൻ ഞങ്ങളുടെ മതം ഞങ്ങളെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളതിന് തയ്യാറില്ല എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. മുഹമ്മദ് അത് അവരുടെ പരാജയമായിട്ടൊക്കെ ആഘോഷിക്കാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ അങ്ങനെ ഒരു മുബാഹല നടന്നിരുന്നെങ്കിൽ മുഹമ്മദായിരുന്നു പരാജയപ്പെടുക എന്നതിന് മുഹമ്മദിൻ്റെയും കുടുംബത്തിൻ്റെയും ആ മുബാഹലയിൽ പങ്കെടുക്കാൻ മുഹമ്മദ് കൂട്ടിക്കൊണ്ടുപോയ കുടുംബാംഗങ്ങളുടെയും പിന്നീടുള്ള ജീവിത ചരിത്രം തന്നെ തെളിവാണ്. അത് നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം ഇപ്പോൾ പറയുന്നില്ല. ഖുർആനിലെ 3:61 ആ മുബാഹലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വെച്ച് നമുക്ക്
കൂടുതൽ സംസാരിക്കാം. ഇവിടെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, ഈ നജറാനിലെ ക്രിസ്ത്യാനികളോട് സ്വീകരിച്ച സമീപനം മുഹമ്മദ് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ സ്വന്തക്കാരായിട്ടുള്ള ഖുറൈശികളോട് എടുത്തില്ല. ഖുറൈശികളോട് എടുത്തതിന് നേരെ വിരുദ്ധമായ സമീപനമാണ്. ഇവിടെ നജറാനിലെ ക്രിസ്ത്യാനികളോട് മുഹമ്മദ് മുബാഹലക്ക് ആണ് ആവശ്യപ്പെടുന്നത്. എന്താണ് മുബാഹല? നിങ്ങളും ഞങ്ങളും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കുറച്ച് പേര് നിങ്ങളുടെ ഭാഗത്തുനിന്ന്, കുറച്ച് പേര് ഞങ്ങളുടെ ഭാഗത്തു നിന്നും വരാം. ഞാൻ എൻ്റെ മകളെയും മരുമകനെയും പേരക്കുട്ടികളെയൊക്കെ ആയിട്ട് വരാം. നിങ്ങളും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെയും കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടെ, നമ്മളെ രണ്ട് കൂട്ടരുടെയും പടച്ചോൻ ഒന്ന് തന്നെയാണല്ലോ, ആ പടച്ചോനോട് നമ്മളങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ പറയുന്നതാണ് തെറ്റ് എങ്കിൽ ഞങ്ങളുടെ മേൽ ദൈവമേ നിൻ്റെ ശിക്ഷ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാപപ്രാർത്ഥന നടത്തേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കാം, എന്നിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാമെന്നാണ് മുഹമ്മദ് ആരോട് പറയുന്നത്? നജറാനിലെ ക്രിസ്ത്യാനികളോട് പറഞ്ഞത്. ഇതേ ആവശ്യം മുഹമ്മദിനോട് മക്കയിലെ മുശ്രിക്കുകൾ ഇങ്ങോട്ട് വെച്ചതാണ്. നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണത്. മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഈ മുബാഹല. ശാപപ്രാർത്ഥനയല്ല അവർ പറഞ്ഞത്, അതിനേക്കാൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടുള്ള മാർഗമാണ് അവർ പറഞ്ഞത് ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാം, ഒരു കൊല്ലം അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം നമ്മൾ ഇതുവരെ ആരാധിച്ചു വന്നിരുന്ന ലാത്തയും ഹുസൈൻ മനാത്തയും കൂട്ടത്തിൽ അള്ളാഹുവിനെയും വെച്ചുകൊണ്ട് നമുക്ക് ഈ എല്ലാ ദൈവങ്ങളോടും കൂടെ പ്രാർത്ഥിച്ചു കൊണ്ട് ഒരു കൊല്ലം ജീവിച്ചു നോക്കാം. ഈ 2 കൊല്ലത്തിൽ ഏത് കൊല്ലത്തിലാണ് നമുക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, നേട്ടങ്ങളുണ്ടാകുന്നത്, ഈ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നത് എന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ആ ഒരു വർഷത്തിലാണ് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ, മറ്റേ വർഷത്തിലാണ് നമുക്ക് കൂടുതൽ കോട്ടങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദേ നീ പറയുന്നത് പോലെ ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നിൻ്റെ മതത്തിൽ സ്വീകരിക്കാം, നിൻ്റെ നേതൃത്വം അംഗീകരിക്കാം, നിൻ്റെ പ്രവാചകത്വം അംഗീകരിക്കാം. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിൻ്റെ മുമ്പിൽ പലവട്ടം വെച്ചിട്ടുള്ള നിർദ്ദേശം. മുഹമ്മദ് എന്താ പറഞ്ഞത്? ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ട് തടിയെടുക്കാനാണ് മുഹമ്മദിൻ്റെ അള്ളാഹും മുശ്രിക്കുകളുടെ മുമ്പിൽ നിലപാടെടുത്തത്. എന്നാൽ ഇതേ ആവശ്യം മക്കക്കാർ മുഹമ്മദിനോട് ഇങ്ങോട്ട് വെച്ച അതേ ആവശ്യം വളരെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടി മുഹമ്മദ് നജറാനിലെ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ അങ്ങോട്ട് വെക്കുകയും ക്രിസ്ത്യാനികൾ അത് ഞങ്ങളുടെ മതത്തിൽ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്പോൾ മുഹമ്മദിൻ്റെ ഇരട്ടത്താപ്പും മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ മണ്ടത്തരങ്ങൾക്കും നല്ല ഒന്നാന്തരം ഒരു ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ നേരെ പറഞ്ഞ ഈ കാര്യം. 47 അപ്രകാരം താങ്കൾക്ക് നാം ഈ ഗ്രന്ഥം ഇറക്കിത്തന്നിരിക്കുന്നു. നാം വേദം നൽകിയവർ ഇതിൽ വിശ്വസിക്കുന്നതാണ്. ഇക്കൂട്ടരിലും ഇതിൽ വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങളെ സത്യനിഷേധികളല്ലാതെ വ്യാജമാക്കി കളയുന്നതല്ല. ഇത് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. മുൻവേദക്കാരിൽ ചിലർ ഇതിൽ വിശ്വസിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ മുൻവേദക്കാർ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരാണെന്നും ഇവരിതിൽ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും അവരെ അള്ളാഹു ഭയപ്പിച്ചു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അവരെ അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ ചീത്ത വിളിക്കുന്നതും ഇതേ ഖുർആനിൽ നമുക്ക് കാണാം. കാരണം 1-2 ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ആദ്യം മുഹമ്മദിനോട് അല്പം അനുഭാവം കാണിച്ചിട്ടുണ്ടാവാം. അത് കണ്ടപ്പോൾ മുഹമ്മദ് വലിയ പ്രതീക്ഷ വെച്ചു. ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ കൂട്ടത്തോടെ തൻ്റെ മതം സ്വീകരിക്കും, തന്നെ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിച്ച മുഹമ്മദ് ആ സമയത്ത് ആ പ്രതീക്ഷക്കനുസരിച്ച് ഇതുപോലെ ചില ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ അസ്തമിച്ചതോടുകൂടി അതേ അള്ളാഹു വേഷം മാറിയിട്ട് അവരെ തെറിവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അവർക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതും ഇതേ ഖുർആനിൽ കാണാം. 48 ഖുർആൻ ലഭിക്കുന്നതിന് മുമ്പ് യാതൊരു ഗ്രന്ഥവും താങ്കൾ വായിക്കുകയോ വലങ്കൈ കൊണ്ട് എഴുതുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ സത്യവാദികൾക്ക് സംശയിക്കാമായിരുന്നു. ഇത് ഖുർആനിൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു മണ്ടത്തരത്തിൻ്റെ അനുബന്ധ മണ്ടത്തരമാണ്. എന്തായിരുന്നു മറ്റേ മണ്ടത്തരം? ആരാണോ മുഹമ്മദിനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്നവർ ആരോപിക്കുന്നത് അവർക്ക് അറബി ഭാഷ അറിയില്ല, ഈ ഖുർആനാകട്ടെ അറബിയിലാണ് താനും എന്നൊരു മണ്ടത്തരം മുമ്പ് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതേപോലുള്ള ഒരു മണ്ടത്തരമാണ് ഇവിടെ. മുഹമ്മദിന് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഒക്കെ ആയിട്ടുള്ള ചില വ്യക്തികളാണ്. ആ വ്യക്തികളുടെ അടുത്ത് നിരന്തരം പോയിരുന്നിട്ട് ഈ കഥകൾ കേൾക്കുക എന്നുള്ളത് മുഹമ്മദിൻ്റെ പതിവായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ മുഹമ്മദ് മക്കക്കാരാൽ പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കേട്ട് മനസ്സിലാക്കിയ കഥകൾ തൊള്ളയിലൂടെ ബടായിയായിട്ട് പറയാൻ എന്തിനാണ് അറബി ഭാഷ അറിയുന്നത്? ഏത് ഭാഷയിലാണോ കേട്ട് മനസ്സിലാക്കിയത് അതേ ഭാഷയിൽ തന്നെ ഇങ്ങോട്ട് പറയണമെന്നില്ലല്ലോ. മനസ്സിലാക്കിയ കാര്യം സ്വന്തം ഭാഷയിൽ പറയാനുള്ള കഴിവ് മനുഷ്യനില്ലേ? അപ്പോൾ മുഹമ്മദ് അറബി ഭാഷയിലോ അല്ലെങ്കിൽ അവരുടെ ഭാഷയിലോ അല്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്ന ഏതെങ്കിലും ഭാഷയിലോ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെങ്കിൽ, അറേബ്യയിൽ എത്രയോ കൊല്ലമായി വന്ന് താമസിക്കുന്ന അവർക്ക് അറബി അറിയില്ല എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരാണ്. അവരുടെ മാതൃഭാഷ വേറെ ഒന്നായാൽ പോലും അവർ അറേബ്യയിൽ വന്ന് താമസിക്കുകയും അവിടെ കൊല്ലപ്പണി എടുക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് കുറച്ച് കാലം കൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കാൻ കഴിയും. അങ്ങനെ അവർ പഠിച്ച അറബി ഭാഷയിൽ അതല്ലെങ്കിൽ മുഹമ്മദിന് അറിയാവുന്ന മറ്റൊരു ഭാഷയിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി അത് കിട്ടിയ ആശയങ്ങളെല്ലാം ഉരുട്ടിക്കൂട്ടി മുഹമ്മദിൻ്റെ മാതൃഭാഷയിൽ വെളിപാടാക്കി. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. അതിന് മറുപടി പറഞ്ഞത് മഹാമണ്ഡത്തരമാണ്. ഒരു ദൈവം ഒരിക്കലും ജാതി മണ്ഡത്തരം പറയില്ല. അറബിയിൽ കേട്ടാലേ അറബിയിൽ പറയാൻ പറ്റുള്ളൂ എന്നാണ് ആ മണ്ഡത്തരത്തിലുള്ളത്. അതേപോലെയുള്ള മറ്റൊരു മണ്ഡത്തരമാണ് ഇവിടെ. മുഹമ്മദ് ഒരു പുസ്തകവും വായിച്ചു നോക്കുകയോ വലങ്കൈ കൊണ്ട് എഴുതുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് സംശയിക്കാമായിരുന്നു എന്ന്. പുസ്തകം വായിച്ചിട്ടല്ല അന്നത്തെ കാലത്ത് മനുഷ്യർ ഒരറിവും നേടിയിരുന്നത്. മുഹമ്മദ് ബൈബിൾ വായിച്ചിട്ടുണ്ടാവില്ല, ശരിയാണ്. പക്ഷേ മുഹമ്മദ് ബൈബിളിലെ കഥകളെല്ലാം ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കേട്ട് മനസ്സിലാക്കുകയാണ് ചെയ്തിരുന്നത്. അതിന് പുസ്തകം വായിക്കേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ കൈകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. മുഹമ്മദ് കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി മുഹമ്മദ് എഴുതി കൊടുക്കലല്ലോ ചെയ്ത്. മുഹമ്മദ് എഴുതിയൊരു പുസ്തകം ഇറക്കിയിട്ടാണെങ്കിൽ ഈ പറയുന്നതിന് അർത്ഥമുണ്ട്. മുഹമ്മദ് തൊള്ളപടായി അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. തൊള്ളപടായി പറയാൻ എഴുത്തറിയേണ്ട കാര്യം എന്താണ്? തൊള്ളപടായി പറയാൻ പുസ്തകം വായിക്കേണ്ട കാര്യം എന്താണ്? മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലേ? അതുപോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി മുഹമ്മദിൻ്റെ ഭാഷയിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു അങ്ങേയറ്റം ബാലിശമായിട്ടുള്ള വിഡ്ഢിത്തങ്ങളാണ്. ഇതൊക്കെ ഒരു ദൈവം ചിന്തിക്കാൻ കഴിയുള്ള സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിഡ്ഢിയാക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. 49. പക്ഷേ ഈ ഖുർആൻ ജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ളവരുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു കിടക്കുന്ന ലക്ഷ്യങ്ങളാണ്. നമ്മുടെ ലക്ഷ്യങ്ങളെ അക്രമികളല്ലാതെ നിഷേധിച്ചു കളയുന്നതല്ല. മുഹമ്മദ് പറയുന്നത് തെളിവ് ചോദിച്ചുകൊണ്ട് നിരാകരിച്ചാൽ ആ നിരാകരിച്ചവരെ അള്ളാഹു സംബോധന ചെയ്യുന്നത് അക്രമികൾ എന്നാണ്. എന്തിനാണ് മുഹമ്മദ് ഈ പോകാൻ നേരത്ത്, മക്കയിൽ നിന്ന് പോകാൻ നേരത്ത് ഈ മക്കക്കാരെ അക്രമികൾ എന്ന് വിളിക്കുന്നത്? മുഹമ്മദിന് ഒരു അക്രമവും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഈ പോകാൻ നിൽക്കുന്ന ആ സമയത്ത് പോലും കിടന്നുറങ്ങിയിരുന്നത് കഅബത്തിൻ്റെ തിണ്ണയിലായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ മുഹമ്മദിന് അവിടെ ഒരക്രമവും നേരിട്ടിട്ടില്ല. മക്കക്കാർ മുഹമ്മദിനെ ആക്രമിച്ചിട്ടില്ല. ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. അവർ വളരെ സഹിഷ്ണുതയോടുകൂടി മുഹമ്മദ് പറയുന്നതൊക്കെ കേൾക്കുകയും മുഹമ്മദിനെ കളിയാക്കുകയും യുക്തിസഹമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ആണ് ചെയ്തത്. ഉത്തരം മുട്ടിക്കുകയാണ് ചെയ്തത്. അതിനാണ് മുഹമ്മദ് ഇവിടെ അക്രമി എന്ന് പറയുന്നത്. മുഹമ്മദ് പരാജയപ്പെട്ടപ്പോൾ മുഹമ്മദിന് സഹിക്കാൻ വയ്യാതെ മുഹമ്മദ് അവരെ അക്രമികൾ എന്ന് വിളിക്കുകയാണ്. എന്തിനു വേണ്ടി? അവരെ വാളെടുത്ത് തിരിച്ചാക്രമിക്കാൻ മുഹമ്മദ് ഒരു ന്യായമുണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അക്രമി ആരാണ്? മുഹമ്മദാണ് അക്രമി. മുഹമ്മദിൻ്റെ അള്ളാഹുവാണ് അക്രമി. മക്കക്കാരക്രമികളായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്ര വസ്തുത. 50. സത്യനിഷേധികൾ ചോദിക്കുന്നു, വഖാലൂ എന്നാണ്, അവർ ചോദിക്കുന്നു അദ്ദേഹത്തിന് തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ ഇറക്കപ്പെടാത്തതെന്താണ്? താങ്കൾ പറയുക, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിങ്കിൽ മാത്രമാകുന്നു, ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. ഇത് കണ്ടോ, ഒഴിഞ്ഞുമാറലല്ലേ ഇത്? ഉത്തരം മുട്ടിയപ്പോൾ ഒഴിഞ്ഞുമാറലല്ലേ ഇത്? കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ? 13 കൊല്ലം അവർ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടതാണ്, ദൃഷ്ടാന്തം കാണിക്ക്, തെളിവ് കാണിക്ക്. അതിന് ഉത്തരം എന്താണ് പറയുന്നത്? തെളിവൊക്കെ അള്ളാഹിൻ്റെ അടുത്താണുള്ളത്, ഞാൻ വെറും താക്കീതുകാരനാണ് എന്ന് പറഞ്ഞ് പിറ്റേന്ന് പോയിട്ട് വാളെടുത്തിട്ട് വരുന്നുണ്ട്. വെറും താക്കീതുകാരനാണെങ്കിൽ മിണ്ടാതെ പോയാൽ പോരെ? അത് ചെയ്യുന്നില്ല. പിന്നെ വാളെടുത്ത് വന്നിട്ട് വരെ ആക്രമിക്കുകയാണ് മുഹമ്മദ് ചെയ്യുന്നത്. എന്തെല്ലാം വൈരുദ്ധ്യങ്ങൾ. 51. അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലയിൽ ഈ ഗ്രന്ഥം നിശ്ചയമായും താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് അവർക്ക് ദൃഷ്ടാന്തമായി മതിയായിട്ടില്ലേ? സത്യത്തിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഇതിൽ വലിയ കാരുണ്യവും ഉപദേശവുമുണ്ട് തീർച്ച.
അവസാനം പറയുന്ന ഒഴിവുകഴിവാണിത്. ദൃഷ്ടാന്തം ഈ കിതാബ് തന്നെയാണെന്ന്. ഈ കിതാബിൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ 2 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 170-ലേറെ ക്ലാസ്സുകളിലായിട്ട് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തകത്തിലെ ദൃഷ്ടാന്തം എത്രത്തോളം ബാലിശവും വിവരക്കേടും വിഡ്ഢിത്തവും വൈരുദ്ധ്യവും നിറഞ്ഞതാണ് എന്ന് തന്നെയാണ്. ഇതൊക്കെ അന്നത്തെ അറബികൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ പുസ്തകം പോരാ, ഞങ്ങൾക്ക് ഈ പുസ്തകത്തിലൂടെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൂർവീകരുടെ കെട്ടുകഥകളിലേതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ വേണം എന്നാണ് പറഞ്ഞത്. വെറുതെ ദൃഷ്ടാന്തം ചോദിക്കുകയല്ല ചെയ്തത്. മുഹമ്മദ് വിളമ്പിയ ദൃഷ്ടാന്തങ്ങളാണ് അവർ ചോദിച്ചത്. ഒരു റസൂലിനെ ധിക്കരിച്ചാൽ ആ റസൂലിന് ഇന്ന ദൃഷ്ടാന്തങ്ങൾ അവിടെ കാണിക്കാൻ കഴിയുമെന്നും അത് കഴിഞ്ഞാൽ പിന്നെ റസൂലിനെ ധിക്കരിച്ചവർക്ക് നേരെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമെന്നുമുള്ള ദൃഷ്ടാന്തം പറച്ചിലുകൾക്ക് തെളിവാണ് അവർ ചോദിച്ചത്. അതിന് ഈ പുസ്തകം തന്നെയാണ് തെളിവ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം തെളിവല്ലല്ലോ. ഈ പുസ്തകത്തിൽ പറഞ്ഞാൽ എല്ലാം തെറ്റാണെന്നല്ലേ 13 കൊല്ലം അവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പുസ്തകമാണ് തെളിവ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? 52 താങ്കൾ പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു മതി. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയുന്നു. അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നവർ ആരോ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. ഇതൊക്കെ അവസാനത്തെ ഒരു കൊഞ്ഞനം കുത്തുന്ന വർത്തമാനം മാത്രമാണ്, ഉത്തരം മുട്ടിയ വർത്തമാനമാണ്. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആ സന്ദർഭവുമായി ചേർത്ത് വായിച്ചാൽ മനസ്സിലാവും. 53 അവർ താങ്കളോട് ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുകയാണ്. ഒരു നിശ്ചിത അവധിയുണ്ടായിരുന്നില്ലെങ്കിൽ ശിക്ഷ അവർക്ക് ഉടനെ വരുമായിരുന്നു. അവർ ഓർക്കാത്ത നിലക്ക് ആ ശിക്ഷ അവർക്ക് പെട്ടെന്ന് വന്നെത്തുക തന്നെ ചെയ്യും. എന്നിട്ട് വന്നെത്തിയോ? ഒന്നും വന്നെത്തിയിട്ടില്ല. ഒരു മണൽക്കാറ്റ് പോലും മക്കയിൽ വീശിയിട്ടില്ല. മുഹമ്മദ് 13 കൊല്ലം അവിടെ ബടായും പറഞ്ഞ് നടന്നപ്പോഴൊന്നും ഒരു ശിക്ഷയുണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ മുഹമ്മദിന് ശിക്ഷ ഏൽക്കാതിരിക്കാനാണെങ്കിൽ മുഹമ്മദ് മദീനയിലേക്ക് പോയ ഉടനെ അവർക്ക് വല്ല ശിക്ഷയും വന്നോ? ഇല്ല. ശിക്ഷ വന്നത് എവിടുന്നാണ്? മുഹമ്മദിൻ്റെ കയ്യിൽ നിന്നാണ്. മുഹമ്മദാണ് ശിക്ഷിച്ചത്. മുഹമ്മദ് ശിക്ഷിച്ചാൽ എങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയാവുക? 54 അവർ താങ്കളോട് ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നു. നിശ്ചയമായും നരകം സത്യനിഷേധികളെ വലയം ചെയ്യുന്നതാണ്. അവസാനത്തെ അടവാണിത്. ശിക്ഷ ഇവിടുന്ന് ഒന്നും കിട്ടൂല, എന്നെ കൊണ്ട് കഴിയൂല, ആവതില്ല, നിങ്ങൾക്ക് നരകത്തിൽ അവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഒരു ദൈവം പരിഹാസ്യനാവുന്ന ചിത്രമല്ലേ നമ്മളിവിടെ കാണുന്നത്. 55 അവരുടെ മുകൾ ഭാഗത്തു കൂടിയും കാലുകളുടെ അടിയിൽ കൂടിയും ശിക്ഷ അവരെ പൊതിയുന്ന ദിവസം നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നിങ്ങൾ ആസ്വദിക്കുക എന്ന് അള്ളാഹു പറയുകയും ചെയ്യും. അവസാനം ഇഹലോക ശിക്ഷയൊന്നും ഇല്ല മക്കളെ, പരലോകത്തെ ശിക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് തടിയെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോമഡി എന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം. 56 സത്യവിശ്വാസികളായ എൻ്റെ അടിമകളെ, നിശ്ചയമായും എൻ്റെ ഭൂമി വിശാലമായതാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക. മുഹമ്മദ് പോകാൻ തീരുമാനിച്ചപ്പോൾ അനുയായികളെ നാട് വിടിയിക്കാൻ വേണ്ടി ഇറക്കിയ ആദ്യത്തെ വാക്യമാണിത്. ഹിജ്റ പോവാൻ തീരുമാനിച്ചു. അള്ളാഹുവിൻ്റെ ലോകം വിശാലമാണ്, അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് തടിയെടുക്കാം, ഇവരുടെ അടുത്ത് ഒരു രക്ഷയില്ല, ഇവർക്ക് നമ്മളെക്കാളും ബുദ്ധിയും വിവരമുണ്ട്, അതുകൊണ്ട് പോരീം മക്കളെ എന്നുള്ള നിലവിളിയാണ് ഇത്. 57 എല്ലാവരും മരണം ആസ്വദിക്കുന്നതാണ്, അനന്തരം നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. 58 സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളവരാകട്ടെ അവരെ നാം സ്വർഗത്തിൽ നിന്ന് താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചില ഉന്നത സൗധങ്ങളിൽ താമസിപ്പിക്കുക തന്നെ ചെയ്യുന്നതാകുന്നു. അവരതിൽ നിരന്തരവാസികളായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര ഉത്കൃഷ്ടം. ഇനി പ്രലോഭനങ്ങളാണ്. നിങ്ങൾക്ക് പത്മഭൂഷൺ തരാം, പത്മശ്രീ തരാം, നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരാം, നിങ്ങളിങ്ങോട്ട് പോരും BJPയിലേക്ക് എന്ന് ഇന്ന് പറയുന്നത് പോലെ അള്ളാഹു അവിടെ ഇരുന്നുകൊണ്ട് പ്രലോഭനങ്ങൾ ചൊരിയുകയാണ്. 59 അവർ വിഷമങ്ങൾ സഹിക്കുകയും തങ്ങളുടെ രക്ഷിതാവിങ്കലെല്ലാം ഭരമേൽപ്പിക്കുകയും ചെയ്തവരാകുന്നു. 60 എത്ര ജീവികളാണ് ലോകത്തുള്ളത്, തങ്ങളുടെ ആഹാരം അവ ചുമന്നു നടക്കുന്നില്ല, അവയ്ക്കും നിങ്ങൾക്കും ആഹാരം നൽകുന്നത് അള്ളാഹുവാണ്, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ആഹാരം ചുമന്ന് നടക്കുന്ന ജീവികളെയൊന്നും മുഹമ്മദ് നബി കണ്ടിട്ടില്ല, ഉറുമ്പുകളെയൊന്നും മൂപ്പര് കണ്ടിട്ടില്ല, അതുകൊണ്ട് അള്ളാഹും കണ്ടിട്ടില്ല. 61 ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും സൂര്യനും ചന്ദ്രനും കീഴ്പ്പെടുത്തുകയും ചെയ്തവൻ ആരെന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് നിശ്ചയമായും അവർ പറയും. എന്നാൽ പിന്നെ എങ്ങോട്ടാണ് അവർ തിരിക്കപ്പെടുന്നത്? അപ്പോൾ അള്ളാഹുവാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നും അള്ളാഹുവാണ് സുപ്രീം ദൈവം എന്നും അവർ പറയും എന്ന് ഇവിടെ പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അള്ളാഹു ഇത്രയും ദേഷ്യം പിടിക്കേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിനെ മുഖ്യമന്ത്രിയായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്.
ഈ വില്ലേജ് ഓഫീസറെ പണി ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. 62 അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ആഹാരം വിശാലമാക്കി കൊടുക്കുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് കുടുസാക്കുകയും ചെയ്യുന്നു. അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ്. അപ്പോൾ ലോകത്ത് പട്ടിണി ഉണ്ടാക്കുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും കുറേ പണക്കാരെ ഉണ്ടാക്കുന്നതും അടിമകളെ ഉണ്ടാക്കുന്നതും ഉടമകളെ ആക്കുന്നതും ഒക്കെ അള്ളാഹു തന്നെയാണ് എന്ന സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. ഇതൊരു വൃത്തികെട്ട സിദ്ധാന്തമാണ്. ഇത് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള സിദ്ധാന്തമാണ്. നമ്മൾ പറയുന്നത് ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. ഈ അവസ്ഥകളെല്ലാം, ഈ പ്രകൃതിയിലും ഭൂമിയിലുള്ള വിഭവങ്ങൾ എല്ലാ മനുഷ്യർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് എന്ന ഉദാത്തമായിട്ടുള്ള ഒരു ദർശനത്തിലേക്കാണ് നമ്മൾ മനുഷ്യരെ നയിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ അള്ളാഹുവിന് തോന്നിയ മാതിരി വീതം വെച്ചു കൊടുത്തതാണ് എന്ന ഈ വിഡ്ഢിക്കഥ, മനുഷ്യവിരുദ്ധമായ ഈ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. 63 ആകാശത്ത് നിന്ന് മഴ വർഷിക്കുകയും എന്നിട്ട് അതുമൂലം ഭൂമിയെ അത് നിർജീവമായി കിടന്ന ശേഷം ജീവിപ്പിക്കുകയും ചെയ്തവൻ ആരെന്ന് താങ്കൾ ചോദിച്ചാൽ അള്ളാഹു തന്നെ എന്നവർ പറയുക തന്നെ ചെയ്യും. താങ്കൾ പറയുക, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും, പക്ഷേ അവരിൽ മിക്കപേരും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ല. അവർ ബുദ്ധി കൊടുത്ത് നല്ലവണ്ണം ചിന്തിക്കുന്നുണ്ട്. മുഹമ്മദാണ് ബുദ്ധി കൊടുക്കാതെ ചിന്തിച്ചത്. അതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ബുദ്ധിശൂന്യമായിട്ടുള്ള വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 64 ഈ ഐഹിക ജീവിതം കളിയും വിനോദവും മാത്രമാണ്. നിശ്ചയമായും പരലോക ജീവിതമാട്ടെ അതാണ് യാഥാർത്ഥ്യം, ശാശ്വതവുമായ ജീവിതം. അവർ അറിയുന്നവരായിരുന്നുവെങ്കിൽ. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും മനുഷ്യവിരുദ്ധമായ ജീവിത വിരുദ്ധമായിട്ടുള്ള സങ്കല്പം. ഈ ലോകത്ത് ജീവിക്കാനല്ല ഇവിടെ ജനിച്ചിട്ടുള്ളതെന്നും ഇവിടെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിശ്വസിക്കാനും അതിനു വേണ്ടിയിട്ട് വാളെടുത്ത് കൊല്ലാനും ചാവാനും വേണ്ടിയാണ് നമ്മൾ നടക്കേണ്ടത് എന്നും അങ്ങനെ നമ്മൾ ചത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കള്ളും പെണ്ണും കിട്ടും എന്നുള്ള സിദ്ധാന്തമാണ് ഇവിടെ ആവർത്തിക്കുന്നത്. 65 എന്നാൽ അവർ കപ്പലിൽ കയറിയാൽ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിയവരായി അവനോട് പ്രാർത്ഥിക്കും. അങ്ങനെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവരതാ അവനോട് പങ്കു ചേർക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. കടലിലൊക്കെ ആയിരിക്കുമ്പോൾ കുറച്ച് ഗൗരവമുള്ള കേസാണ്. കാറ്റ് വീശും, കപ്പൽ മറിയും. ആവശ്യത്തിന് കാറ്റ് വീശിയില്ലെങ്കിൽ കപ്പൽ യാത്ര ചെയ്യില്ല. ഏത് കപ്പൽ? പണ്ടത്തെ കപ്പലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്നത്തെ കപ്പലിന് ഇപ്പോൾ അള്ളാൻ്റെ കാറ്റൊന്നും വേണ്ട. അതൊന്നും അള്ളാഹ്ക്ക് മുൻകൂട്ടി അറിയാനും കഴിയില്ല. അല്ലെങ്കിൽ ഈ മണ്ടത്തരമൊന്നും എഴുതി വെച്ച് നമ്മളെക്കൊണ്ട് ഇതൊക്കെ വായിപ്പിച്ച് ചിരിപ്പിക്കുമായിരുന്നില്ല. അങ്ങനെ പായ്ക്കപ്പലിന് കാറ്റ് വീശി കൊടുക്കുന്ന അള്ളാഹു അന്ന് കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ കാര്യമായി പരിഗണിച്ചിരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് കടലിലായിരിക്കുമ്പോൾ അവർ ലാത്തേനും മനാത്തേനും വിളിക്കില്ല. കാരണം കരയിൽ ലാത്തിയും മനാത്തി അല്ലല്ലോ, അവരെ രക്ഷിക്കേണ്ടത് അള്ളാഹു ആണല്ലോ. അപ്പോൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. കരയിലെത്തിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒട്ടകത്തിന് ചെന പിടിക്കണില്ല, അല്ലെങ്കിൽ മറ്റേ ഒട്ടകത്തിന് പാല് കുറവാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ചീള് കേസൊക്കെ ആണെങ്കിൽ അത് ലാത്തേനോടും മനാത്തേനോടും പോയി പറയും. അത് വളരെ സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ജനാധിപത്യത്തിലെ രീതി എന്ന് പറയുന്നത്. അതിനാണ് അള്ളാഹു ഇവിടെ കുശുമ്പ് കുത്തുന്നത്. 66 അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നതാവട്ടെ നാം അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നന്ദികേട് കാണിക്കലും അവർ ജീവിതസുഖം അനുഭവിക്കലുമാകുന്നു. അതിൻ്റെ ഫലം അവർ പിന്നീട് അറിയുന്നതാണ്. അവർ നന്ദികേട് കാണിച്ചിട്ടില്ലല്ലോ. അവർ കാര്യമായ കേസിലൊക്കെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹു ആണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്ത് നന്ദികേടാണ് അവർ കാണിച്ചത്? അള്ളാഹുവിന് മാനക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാ ചീളുകേസും അള്ളാഹുവിനോട് പോയി പറയാതിരിക്കുക എന്നുള്ള, അള്ളാഹുവിൻ്റെ ഒരു അന്തസ്സ് കെടുത്താതിരിക്കുക എന്നുള്ള പണിയല്ലേ അവർ ചെയ്യുന്നത്. അത് നന്ദികേടാവുന്നത് എങ്ങനെ? അത് അള്ളാഹുവിനോടുള്ള നന്ദി കൊണ്ടല്ലേ അത് ചെയ്യുന്നത്. അങ്ങനെ കണക്കാക്കിയ പോരെ അള്ളാഹുവിന്? അതിനൊന്നുള്ള ബുദ്ധി അള്ളാഹുവിനില്ല. എന്താ ഇപ്പോൾ ചെയ്യുക? 67 അവർക്ക് നാം നിർഭയമായി ഒരു അലംഘ്യ സങ്കേതമാക്കി കൊടുത്തിട്ടുള്ളത് അവരറിയുന്നില്ല. അവരുടെ ചുറ്റുപാടിൽ നിന്ന് ജനങ്ങൾ റാഞ്ചി എടുക്കപ്പെടുന്നു. എന്നിട്ടും അവർ അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് നന്ദി കാട്ടുകയും ചെയ്യുകയാണോ? ഇത് മക്കയെക്കുറിച്ചാണ് പറയുന്നത്. മക്ക ഒരു സുരക്ഷിത കേന്ദ്രമാക്കി കൊടുത്തിരിക്കുന്നു അള്ളാഹു എന്നാണ് പറയുന്നത്. എന്തുമാത്രം വലിയ വിഡ്ഢിത്താണ് പറയുന്നത്. മക്ക സുരക്ഷിതമാക്കിയത് ആരാണ്? അള്ളാഹു അല്ല. മക്ക സുരക്ഷിതമാക്കിയത് കഅബയിലുണ്ടായിരുന്ന 300-ൽ പരം ദൈവങ്ങൾ ഒന്നിച്ചാണ്. കാരണം ആ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ബഹുഗോത്രക്കാരായിട്ടുള്ള ആളുകൾ പരസ്പരം എത്തിച്ചേർന്ന ഒരു മര്യാദയുടെയും ഒരു ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് മക്കയിലെ കഅബയും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും യുദ്ധമില്ലാ പ്രദേശമായിട്ടും കൊള്ള പാടില്ലാത്ത പ്രദേശമായിട്ടും അക്രമം ചെയ്യാൻ പാടില്ലാത്ത പ്രദേശമായിട്ടും മൃഗങ്ങളെപ്പോലും ഉപദ്രവിക്കാൻ പാടില്ലാത്ത പരിശുദ്ധ പ്രദേശമായിട്ടും ആ നാട്ടുകാർ കരുതിപ്പോന്നിരുന്നത്. ബഹുദൈവങ്ങളുണ്ടായതുകൊണ്ടുണ്ടായ ഗുണമാണ്. എന്നിട്ട് അത് ഇവിടെ ഏറ്റെടുക്കുകയാണ് അള്ളാഹു എന്തിനാണ് അത് ഏറ്റെടുക്കുന്നത്? ആ സമയത്ത് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അള്ളാഹു അല്ലല്ലോ ആ മക്കയിലെ കഅബയിലുള്ള ദൈവങ്ങൾ. അവിടെ 300 ദൈവങ്ങളെ വെച്ചിട്ട് പല ഗോത്രക്കാർ വന്നിട്ട് ഹജ്ജ് നടത്തുകയും അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സുഖമായിട്ട് അവിടെ അന്തി ഉറങ്ങുകയും ചെയ്തിരുന്നു.
അറേബ്യയിലൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക്, കച്ചവടത്തിനും മറ്റും സഞ്ചരിച്ചിരുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് കൊള്ളക്കാരാണ്. കൊള്ളക്കാരുടെ ഭീഷണി പോലും നേരിടാതെ സുരക്ഷിതമായിട്ട് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റിയ സ്ഥലമായിരുന്നു മക്കയും പരിസരവും. അതിന് കാരണം അവിടെ കൊള്ള ചെയ്യരുത് എന്ന് കൊള്ളക്കാർ പോലും അംഗീകരിച്ചിരുന്ന ഒരു നാട്ടുമര്യാദ അവിടെ ഉണ്ടായിരുന്നു. ആ മര്യാദക്ക് കാരണം ആ കൊള്ളക്കാരുടെ പോലും ഗോത്ര ദൈവങ്ങൾ ഈ കഅബയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു എന്നതാണ്. അപ്പോൾ കഅബയിലെ ബഹുദൈവത്വമാണ് ഈ മര്യാദക്ക് കാരണം. ഒരു ഉളുപ്പുമില്ലാതെ ആ മര്യാദ പോലും അള്ളാഹു അങ്ങോട്ട് ഏറ്റെടുക്കുക. എന്തിനാണ് അള്ളാഹു ഏറ്റെടുക്കുന്നത്? വിഗ്രഹാരാധകരായ ആളുകൾ അവരുടെ വിഗ്രഹ ദൈവങ്ങളുടെ പേരിലും അവരുടെ ഗോത്ര ദൈവങ്ങളുടെ പേരിലും ഉണ്ടാക്കി വെച്ച ഒരു നാട്ടുമര്യാദ അള്ളാഹു ഉണ്ടാക്കിയ മര്യാദയാണെന്ന് എന്തിനാണ് പറയുന്നത്? എന്തൊരു വഷളത്തരാണ് ആ പറയുന്നത്? കഅബയിലും അതിനു ചുറ്റും ഒരു പുണ്യപ്രദേശമായിട്ടും അക്രമവും കൊള്ളയും പാടില്ലാത്ത സുരക്ഷിത പ്രദേശമായിട്ടും തീരുമാനിച്ചത് അവിടുത്തെ മനുഷ്യരാണ്. മനുഷ്യരത് തീരുമാനിക്കാൻ കാരണം എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്ന ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതെന്തിനാണ് അള്ളാഹു ഏറ്റെടുക്കുന്നത്? അള്ളാഹു അതും വന്നിട്ട് 8 കാലി വമ്പൂഞ്ഞായിട്ട് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് മക്കയിലെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹു ആയത്തിറക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതിനോട് നന്ദി കാട്ടണം. അതിനോട് നന്ദി കാട്ടുകയാണെങ്കിൽ ആ കഅബ അതേപോലെ ആലെ സംരക്ഷിക്കുകയാണ് വേണ്ടിയിരുന്നത്. അതല്ലാതെ അതിലുള്ള വിഗ്രഹങ്ങളൊക്കെ എടുത്തിട്ട് എറിഞ്ഞിട്ട് മുഹമ്മദ് പിന്നീട് അവിടെ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തങ്ങളെല്ലാം ഇതിനോടുള്ള നന്ദികേടാണ്. എന്നിട്ട് അവിടെ ആരാധിച്ചിരുന്ന, സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരെ മുഴുവൻ അവിടുന്ന് കൊന്നൊടുക്കുകയോ ആട്ടിയോടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയം നശിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് മുഹമ്മദ് തൻ്റെ ഏകാധിപത്യം നടപ്പിലാക്കുകയാണ് അവിടെ ചെയ്തത്. ഈ ക്രൂരതയ്ക്ക് മുഹമ്മദ് അള്ളാഹു എന്ന ദൈവത്തെ തൻ്റെ വിഡ്ഢിത്തങ്ങൾക്കുള്ള ഒരു കാരണമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. 68 അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമത്തുകയോ തനിക്ക് സത്യം വന്നു കിട്ടിയപ്പോൾ അതിനെ വ്യാജമാക്കുകയോ ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരാണ്? സത്യനിഷേധികളുടെ വാസസ്ഥലം നരകത്തിലല്ലേ? ഇത് മക്കക്കാരെ മുഴുവൻ അക്രമികളായിട്ട് ചിത്രീകരിക്കുകയാണ്. മുഹമ്മദിന് അവരെ ആക്രമിക്കാൻ ന്യായമുണ്ടാക്കുകയാണ്. 69 നമ്മുടെ കാര്യത്തിൽ യുദ്ധം ചെയ്യുക, ജിഹാദ് ചെയ്യുന്നവരെ നമ്മുടെ മാർഗങ്ങളിൽ നിന്ന് നയിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അള്ളാഹു നന്മ ചെയ്യുന്നവരുടെ കൂടെ തന്നെയാണ്. അങ്ങനെ ജിഹാദ് ചെയ്യാനായിട്ട്, രാജ്യം വിടാനായിട്ട്, ഹിജ്റക്ക് പോകാനായിട്ട് മുഹമ്മദ് മാനസികമായി തയ്യാറെടുക്കുകയും അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ആഹ്വാനങ്ങൾ നൽകുകയുമാണ് ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. ഇനി മക്കയിൽ അവതരിച്ചു എന്ന് പറയുന്ന ഒരു അധ്യായം കൂടി മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവിനെയും ചാക്കിൽ കെട്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. മക്കയിലെ ആ ഒടുക്കത്തെ അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.